അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ സയ്യിദിന മുഹമ്മദ്. ഇവിടെ പറയുന്നത് യൂണിറ്റ് 1 അത്താരീഖു സിയാസിയു ലിമിസ്ര, അല്ലെങ്കിൽ ലിമിസ്രിന്നും വായിക്കാം, ഗൈറു മുൻസരിഫായിട്ടും വായിക്കാം, അല്ലാതെയും വായിക്കാം. അത്താരീഖു സിയാസിയു ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ഈജിപ്റ്റ്, ഈജിപ്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം. അപ്പോൾ ലേണിംഗ് ഔട്ട്കംസ് യസ്തത്തിഉ ദാരിസു, സ്റ്റുഡൻറ്റിന് കഴിയും ഖിലാല ദിറാസത്തി ഹാദിഹിൽ വഹദ, ഈ യൂണിറ്റ് പഠിക്കുന്നതിലൂടെ ഇത്തിബാഅ തത്തവുരി മിസ്ര, അല്ലെങ്കിൽ തത്തവുരി മിസ്രിൻ, മിസ്റിൻ്റെ ഡെവലപ്മെൻറ്റ് പരിണാമം ഫോളോ ചെയ്യാൻ പറ്റും. എങ്ങനെയുള്ള മിസ്ർ? അൽ മുആസിറത്തി, ഇപ്പോൾ സമകാലികമായ കണ്ടംപററി ആയിട്ടുള്ള ഇക്കാലത്തുള്ള, മിൻ സനത്തി അൽഫിൻ വസബഇമിഅത്തിൻ വസമാനിൻ വതിസ്ഈന ഹത്ത സനത്ത എന്തായിരുന്നു അൽഫൈനി വസലാസത്തിൻ വഇശ്രീന. അപ്പോൾ ഇതുവരെ അതുപോലെ തന്നെ ദിറാസത്ത തഅ്സീരിൽ ഇസ്തിഅ്മാറിൽ ഗർബി, എന്തിനെ പറ്റി പഠിക്കാൻ പറ്റും? ദിറാസത്ത തഅ്സീരിൽ ഇസ്തിഅ്മാറിൽ ഗർബി. ഗർബി എന്ന് പറഞ്ഞാൽ പാശ്ചാത്യർ, വെസ്റ്റേൺ. അൽ ഇസ്തിഅ്മാർ എന്ന് പറഞ്ഞാൽ കൊളോണിയലിസം. അപ്പോൾ ഇമാറത്ത് എന്ന് പറഞ്ഞാൽ സിവിലൈസേഷനാണ്. ഇസ്തിഅ്മാർ എന്ന് പറഞ്ഞാൽ വേറൊരാളെ സിവിലൈസ്ഡ് ആക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ ഒരു ഇമാറത്തിനെ വേറെ ആൾക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സിവിലൈസ് ആക്കാന്നുള്ള ഒരു വാദം. അപ്പോൾ ആ രീതിയിലാണ് ഒരു കൊളോണിയലിസം എന്ന് നമ്മൾ അർത്ഥം വെക്കുന്നത്. അതായത് വെസ്റ്റേൺ കൊളോണിയലിസത്തിൻ്റെ തഅ്സീർ, ഇൻഫ്ലുവൻസ് പഠിക്കാൻ പറ്റും. എന്തിൻ്റെ മേൽ? അലാ നഫ്സിയത്തിൽ മുജ്തമഇൽ മിസ്രി, ഈജിപ്ഷ്യൻ സൊസൈറ്റിയുടെ നഫ്സിയത്തിൻ്റെ മേൽ. നഫ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സാണ്. അപ്പോൾ നഫ്സിയത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ മാനസികാവസ്ഥയിൽ, അവരുടെ മാനസിക സൈക്കി എന്ന് പറയാം അതിനെ. അതായത് ഈജിപ്ഷ്യൻ സൊസൈറ്റിയുടെ മാനസികാവസ്ഥയിൽ വെസ്റ്റേൺ കൊളോണിയലിസം എങ്ങനെ സ്വാധീനം ചെലുത്തി എന്നതിനെ പറ്റി പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ മനസ്സിലാവും, എന്ത് ചെയ്യാൻ പറ്റും? തഖീമൽ അബാദി സിയാസിയത്തി, പൊളിറ്റിക്കലായിട്ടുള്ള, ബുഅദ് എന്ന് പറഞ്ഞാൽ ഡൈമെൻഷനാണ്, അബാദ് എന്ന് വെച്ചാൽ ഡൈമെൻഷൻസ്. അപ്പോൾ അബാദ് സിയാസിയ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലായിട്ടുള്ള ഡൈമെൻഷൻസ്, അതിനെന്ത് ചെയ്യാൻ പറ്റും? തഖീം ചെയ്യാൻ പറ്റും. അപ്പോൾ ഖീമത്ത് എന്ന് പറഞ്ഞാൽ വാല്യൂ. അപ്പോൾ കയ്യമ യുഖയ്യിമു തഖീമൻ എന്ന് വെച്ചാൽ വാല്യൂ കൊടുക്കുക, ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിലയിരുത്തുക. പൊളിറ്റിക്കലായിട്ടുള്ള ഡൈമെൻഷൻസിനെ വിലയിരുത്താൻ പറ്റും. അതുപോലെ തന്നെ തഖീമൽ അബാദി സിയാസിയത്തി വ സഖാഫിയത്തി, അതുപോലെ സാംസ്കാരികമായുള്ള ഡൈമെൻഷൻസിനെ വിലയിരുത്താൻ പറ്റും. ഫി താരീഖി മിസ്ര, മിസ്റിൻ്റെ ചരിത്രത്തിൽ. എങ്ങനെയുള്ള മിസ്ർ? അൽ ഹദീസ, മോഡേൺ ആയിട്ടുള്ള. ദിറാസത്ത അതുപോലെ തന്നെ പഠിക്കാൻ പറ്റും. ഖദായ, ചില വിഷയങ്ങൾ, ഇഷ്യൂസ്. ഖദിയത്തിൻ്റെ ജമാണ് ഖദായ. മസാറാത്ത് സാറ യസീറു സൈറൻ, അതിൻ്റെ മസിയർ എന്നതിൻ്റെ, അതായത് വർഫിൻ്റെ എന്ത് ചെയ്തതാ, അത് യാ മുത്തഹരിക്ക് മക്കബിൽ സായി സാക്കിനാണ്. അപ്പോൾ യാൻ്റെ അർക്കത്തിന് നക്കൽ ചെയ്ത് മക്കബിലായ സീൻ കൊടുത്ത്, അപ്പോൾ എന്തായി? മസൈർ എന്നായി. മസൈർ എന്നുള്ളത് ഇപ്പോൾ യാ അവലിൽ മുത്തഹരിക്കും ഇപ്പോൾ എന്താണ് സാക്കിനാണ്, മാക്കബിൽ മഫ്തൂഹാണ്. അപ്പോൾ അത് മറിഞ്ഞെന്തായി? മസാർ എന്നായി. മസാറാത്ത്, അതായത് പോയ വഴികൾ. സാറ യസീറു സൈറൻ, സൈർ എന്ന് പറഞ്ഞാൽ പോക്ക്, സഞ്ചാരം. അപ്പോൾ പോയ വഴികളും. അതുപോലെ വാസാരി റബിയൽ അറബി, അങ്ങനെ അത് ഒരുമിച്ച് വായിക്കേണ്ടതെന്ന്. ഖദായ മസാറാത്തി വാസാരി റബിയായി. എന്തിനു പഠിക്കാൻ പറ്റും? ദിറാസത്ത ഖദായ മസാറാത്തി വാസാരി റബിയിൽ അറബി, അറബ് സ്പ്രിങ്ങിൻ്റെ, അറബ് വസന്തത്തിൻ്റെ വിഷയങ്ങളും, അത് പോയ വഴികളും, അതുപോലെ അതിൻ്റെ എഫക്റ്റുകളും പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇളാഫത്ത് ചെയ്തതിനൊക്കെ ഒരുമിച്ചാണ് വായിക്കേണ്ടത്, സെപ്പറേറ്റ് ചെയ്ത് വായിക്കാൻ പാടില്ല. ഫി മിസ്ര, എവിടെ? മിസ്റിൽ, ഈജിപ്തിൽ. ഇനി ബാക്ക്ഗ്രൗണ്ട് നോക്കാം. മിസ്റുൻ അല്ലെങ്കിൽ മിസ്റു, ദൗലത്തുൻ ദാത്തു താരീഖിൻ ഖദീമിൻ, അത് പുരാതനമായ ചരിത്രമുള്ള, ചരിത്രമുടയ
രാജ്യമാണ്. എങ്ങനെ അരീഖിൻ അതൊന്നും ദാത്തു താരീഖിൻ ഖദീമിൻ, അതുപോലെ തന്നെ അരീഖിൻ വേരൂന്യതായ ചരിത്രമുള്ള. യംതദ്ദു മദ്ദ എന്ന് വെച്ചാൽ ആ ചരിത്രം എന്ത് ചെയ്യും, നീളമുള്ളതാണ്, നീണ്ടുപോകും. അപ്പോൾ മദ്ദ എന്ന് പറഞ്ഞാൽ നീട്ടി, ഇംതദ്ദ എന്ന് വെച്ചാൽ അത് മുത്താഴത്തിൻ്റെ മാനയാണ്, നീളമുള്ളതായി, അത് നീണ്ടുപോകും. ലിയക്സറ മിൻ 5000 ആമിൻ, 5000 വർഷത്തിൽ പരം നീണ്ടുപോകുന്ന ചരിത്രമാണുള്ളത്. ജാഅത്തിൽ ഹിജറാത്തു സാമിയ, സെമിറ്റിക് മൈഗ്രേഷൻസ് വന്നു. അതായത് സെമിറ്റിക് എന്ന് പറഞ്ഞാൽ ആ സെമിറ്റിക് വംശജർ അവരുടെ മിനൽ ജസീറത്തിൽ അറബിയത്തെ, അറബ് എന്തിൽ നിന്ന്, പെനിൻസുലയിൽ നിന്ന് ഇലാ മിസ്ര, ഈജിപ്തിലേക്ക്, ഫിൽ ഉസൂരിൽ ഖദീമത്തി, പഴയ കാലഘട്ടങ്ങളിൽ, ഏൻഷ്യൻറ്റ് എറാസിലാണ് അവരെന്ത് ചെയ്തത്, മൈഗ്രേഷൻ വന്നുപെട്ടത്. അങ്ങനെയാണ് മിസ്ർ പോപ്പുലേറ്റഡ് ആകുന്നത്. ഫിൽ ഉസൂരിൽ ഖദീമത്തി വത്തത്തസറബ വത്തത്തദഫഖ. അപ്പോൾ ഇവിടെ ചെറിയൊരു ആശയക്കുഴപ്പമുണ്ട്. ഇത് മിസ്റിനെ പറ്റിയാണോ പറയുന്നത് അതല്ല ആ ഹിജറകളെ പറ്റിയാണോ പറയുന്നത് എന്നൊരു സംശയമുണ്ട്. അപ്പോൾ തത്തസറബ എന്ന് പറഞ്ഞാൽ ഇറ്റിറ്റായി ഒഴുകുക, തത്തദഫഖ എന്ന് പറഞ്ഞാൽ ശക്തിയായി ഒഴുകുക. അപ്പോൾ ക്രമേണ ആ ആൾക്കാരുടെ പ്രവാഹം, ഒഴുക്ക് വർദ്ധിച്ച് അങ്ങനെ വന്നതാണോ അല്ല മിസ്റിൻ്റെ വളർച്ചയെ പറ്റിയാണോ പറയുന്നത് എന്നുള്ള ഒരാശയക്കുഴപ്പമുണ്ട് ഇവിടെ. അപ്പോൾ ദമീർ എങ്ങോട്ടാണ് മടങ്ങണേന്നുള്ള സംശയം. മിസ്ർ മുഅന്നസാണ്, ഹിജറാത്തും മുഅന്നസാണ്. അപ്പോൾ രണ്ടും ആവാന്നാണ് തോന്നുന്നു. ഖിലാലൽ ഉസൂരിൽ ഖദീമത്തി, പഴയ കാലങ്ങളിൽ കൂടെ, ത്രൂ ഔട്ടായിട്ട്, അതിനിടയിൽ. ഹത്ത ഏതുവരെ, അസ്രിൽ ഹിക്സോസ് എന്ന് പറഞ്ഞാൽ സെമിറ്റിക്കുകൾ തന്നെ ഈജിപ്തിൽ പോയി അധികാരം നടത്തിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണ് ഹിക്സോസുകാർ, അവരുടെ അധികാരം. സുമ്മ ഖദഅത്ത് മിസ്റു, പിന്നെ മിസ്ർ വഴങ്ങി, കീഴിലായി. ആരുടെ, ലിഹുക്മിൽ ഫുർസി, പേർഷ്യക്കാരുടെ ഭരണത്തിന് കീഴിലായി വന്നിട്ടുണ്ട്. വൽ യൂനാനി, ഗ്രീക്കുകാരുടെ. വർ റൂമാനി, റോമക്കാരുടെ. വ അഖീറൻ, ഒടുവിൽ ദഖലത്ത് മിസ്ർ കടന്നു, ഫിൽ അഹ്ദിൽ ഇസ്ലാമിക കാലഘട്ടത്തിൽ. വക്കാന ദുഖൂലുഹ, അതിൻ്റെ പ്രവേശനമായിരുന്നു. എന്തിൽ പ്രവേശനം, നിതാഖൽ ഉറൂബത്തി വൽ ഇസ്ലാമി, ഇസ്ലാമിൻ്റെയും അറബിസത്തിൻ്റെയും പരിധിയിൽ അതിൻ്റെ കടന്നുവരവായിരുന്നു. മിമ്മ ഖവ്വാഹ, അതിനെ ശക്തിപ്പെടുത്തിയ കാര്യങ്ങളിൽ ഒന്നായിരുന്നു. വദഅമഹ, അതിനെ പിന്തുണച്ചത്, സപ്പോർട്ട് ചെയ്തത്, സിമിലർ അർത്ഥമാണ്. അങ്ങനെ ഫഖാമത്ത് ഫിഹ, അതിൽ സ്ഥാപിതമായി, ദുവലും ഖവിയത്തും, ശക്തിവത്തായ രാഷ്ട്രങ്ങൾ. വകസീറം, ഒരുപാട് തവണ പല പ്രാവശ്യവും എന്ത് ചെയ്തിട്ടുണ്ട്, അഗ്റത്ത്, മിസ്ർ എന്ത് ചെയ്തിട്ടുണ്ട്, വശീകരിച്ചിട്ടുണ്ട്, ആശ തോന്നിപ്പിച്ചിട്ടുണ്ട്. ആരെ, ഹുക്കാമഹ, അതിൻ്റെ ഭരണകർത്താക്കളെ, ബിൽ-ഇസ്തിഖ്ലാൽ, അതായത് എന്തുകൊണ്ട്, സ്വാതന്ത്ര്യം കൊണ്ട്. അതായത് സ്വതന്ത്രമായി മിസ്റിനെ കയ്യേറി ഭരിക്കാമെന്ന ആശ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മിസ്ർ അതിൻ്റെ ഭരണകർത്താക്കളെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരിൽ ആശ തോന്നിപ്പിച്ചിട്ടുണ്ട്, പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ യഗ്റ എന്നതിൻ്റെ അഫ്അൽ ബാബാണ് അഗ്റ യുഗ്രി. അപ്പോൾ അതിൽ നിന്നാണ് യഗ്റ എന്ന് പറഞ്ഞാൽ തൽപരനാവുക, ഒരു വിഷയത്തിൽ താല്പര്യം തോന്നുക. അപ്പോൾ താല്പര്യം തോന്നിപ്പിക്കുകയാണ് ചെയ്തത്, അതായത് ടെംപ്റ്റ് ചെയ്ത്. ഫസ്തഖല്ല ബിഹ, അങ്ങനെ മിസ്റുമായിട്ട് സ്വതന്ത്രമായി ഭരണം അതിൽ നടത്തിയ അത്തൂലൂനിയൂൻ, സുമ്മ പിന്നെ ലഖ്ഷീതിയൂൻ, സുമ്മ ദഖലഹൽ ഫാത്തിമിയൂൻ, പിന്നാണ് ആര് കടന്നു വരുന്നത് അതിൽ, ഫാത്തിമിൻസ്. വത്തഖദൂഹ, അങ്ങനെ അവരതിനെ ആക്കി, ആസിമത്തൻ, തലസ്ഥാനമാക്കി, ഖിലാഫത്തിന്, അവരുടെ ഖിലാഫത്തിന്. സുമ്മൻ തഖലത്ത് മിസ്റു, പിന്നെ മിസ്ർ നീങ്ങി, മിൻ ഹുക്മിൽ ഫാത്തിമിയൻ, ഫാത്തിമിഡ്സിൻ്റെ ഭരണത്തിൽ നിന്ന് ഇലാ ഹുക്മിൽ അയ്യൂബിഡ്സിൻ്റെ ഭരണത്തിലേക്ക്. വഖാമത്ത്, അങ്ങനെ അത് വഖാമത്ത് ബി ദൗരിൻ മുഹിമ്മിൻ, അത് പ്രധാനമായ ഒരു റോള് നിർവഹിച്ചു. ഫി ഹിമായത്തിൽ അംസാരി അൽ ഇസ്ലാമിയത്തി, ഇസ്ലാമിക നാടുകളെ
സംരക്ഷിക്കുന്നതിൽ. മിനൽ ഖസ്വി സ്വലീബി. സ്വലീബി എന്ന് പറഞ്ഞാൽ കുരിശ് യോദ്ധാക്കളുടെ, സ്വലീബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണ് ക്രൂസിഫിക്ഷന് ഉപയോഗിക്കുന്ന, ക്രൂസിഫിക്ഷനാണ് നമ്മൾ കുരിശ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, സ്വൽബ്. അപ്പോൾ സ്വലീബി എന്ന് പറഞ്ഞാൽ ക്രൂസൈഡേഴ്സ്, ഖസ്വ എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻവേഷൻ, ആക്രമണം. അപ്പോൾ അതിൽ നിന്ന് ഇസ്ലാമിക രാജ്യങ്ങളെ, നാടുകളെ സംരക്ഷിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു റോള് മിസ്ർ നിർവഹിച്ചിട്ടുണ്ട്. എപ്പോൾ അയ്യൂബിഡ്സ് അതിൻ്റെ അധികാരം ഏറ്റെടുത്തപ്പോൾ, വക്കാമത്ത് അവരുടെ കയ്യിലേക്ക് വന്നപ്പോൾ, വക്കാമത്ത് ഫിഹ അങ്ങനെ മിസ്റിൽ സ്ഥാപിതമായി ബഅദ ദൗലത്തിൽ അയ്യൂബ് രാഷ്ട്രത്തിന് ശേഷം ദൗലത്തുൽ മമാലിക്, മംലൂക്കുകളുടെ ഭരണം, ഡൈനസ്റ്റി. വാസ്ബഹത്ത് മിസ്ർ, അങ്ങനെ മിസ്റായി മർക്കസ സിഖലി ഫിൽ ആലമിൽ ഇസ്ലാമി, ഇസ്ലാമിക ലോകത്തിൽ, ഇസ്ലാമിക് വേൾഡിൽ എന്തായി, മർക്കസ സിഖലായി എന്ന് പറഞ്ഞാൽ അതൊരു ഇംഗ്ലീഷ് പ്രയോഗത്തിന് അറബീകരിച്ചതാണ്. ഇപ്പോൾ മർക്കസ് സിഖൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇംഗ്ലീഷിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയും. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ് ഇപ്പോൾ വെയിറ്റൊക്കെ കേന്ദ്രീകൃതമാകുക. ഇപ്പോൾ അതിനാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുക. വെയിറ്റൊക്കെ കേന്ദ്രീകൃതമാകുന്ന ആ സ്ഥലത്ത് പോയിൻറ്റിനെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മർക്കസ് സിഖൽ എന്ന് പറഞ്ഞാൽ വെയിറ്റൊക്കെ അതിൽ കേന്ദ്രീകൃതമായി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാടായി മാറി അന്നത്തെ ഇസ്ലാമിക ലോകത്തിൽ. വഖദ് വല്ലത്ത്, അങ്ങനെ അതായി തഹ്തൽ ഹുക്മിൽ മംലൂക്കി, മംലൂക്ക് ഭരണത്തിന് കീഴിലായി. ഇല അൻ ഖദഅത്ത്, അത് വഴങ്ങുന്നത് വരെ, അത് കീഴാകുന്നത് വരെ, ലിൽ ഹുക്മിൽ കീഴ്പ്പെടുന്നത് വരെ, ലിൽ ഹുക്മിൽ ഉസ്മാനി ഭരണത്തിന്. ഫി അവായിലിൽ ഖർണിൽ ആഷിരിൽ ഹിജ്രി കലണ്ടർ പ്രകാരം ഉള്ള 10ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ. അത് സാദിസ് അഷറൽ മീലാദി വർഷം എന്താണ്. അപ്പോൾ ഇത് ഗ്രെഗോറിയൻ കലണ്ടറിൽ എന്താ പറയുക, മീലാദി ഗ്രെഗോറിയൻ എന്നല്ലേ. സാദിസ് അഷറ എന്ന് പറഞ്ഞാൽ 16ാം നൂറ്റാണ്ട്. അപ്പോൾ ഹിജ്റ 10ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും അതേ സമാന്തരമായിട്ട് എപ്പോഴാണ് മീലാദിയ സാദിസ് അഷറ 16ാം നൂറ്റാണ്ട്. അങ്ങനെ ദഖലത്ത് മിസ്ർ കടന്നു നിതാഖത്ത് ദൗലത്തിൽ ഉസ്മാനി ദൗലയുടെ പരിധിയിൽ. അഫാദൽ ഉസ്മാനിയൂൻ, അങ്ങനെ ഉസ്മാനികൾ പ്രയോജനം കൊണ്ടു, മിൻ ഇൽമിഹ, അതിൻ്റെ ഇൽമിൽ നിന്നും, വഹദാറത്തി, അതിൻ്റെ സിവിലൈസേഷനിൽ നിന്നും. ഇൻതഖല മഅ സുൽത്താനി, സുൽത്താൻ അധികാരത്തോടൊപ്പം നീങ്ങിയപ്പോൾ, ഇപ്പോൾ മംലൂക്കളുടെ കയ്യിൽ നിന്ന് ഉസ്മാനികളുടെ കയ്യിലേക്ക് കൈമാറ്റം വന്നല്ലോ, ഭരണം മാറിയപ്പോൾ എന്ത് സംഭവിച്ചു, അധികാരത്തോടൊപ്പം നീങ്ങി അൽ ഫന്നാനൂൻ, ആർട്ടിസ്റ്റ്സ്, കലാകാരന്മാർ, വൽ മുഫക്കിറൂൻ, ചിന്തകന്മാർ, വൽ ഉലമാഉ, പണ്ഡിതന്മാർ, ഇല ഇസ്താൻബൂളിലേക്ക്. ഇസ്താൻബൂൾ എന്ന് പറയുന്നത് ആ സമയത്ത് ബിസിഫത്തി, അതിൻ്റെതായ കഴിവിൽ അല്ലെങ്കിൽ ശേഷിയിൽ എന്ന് പറയും, അതിൻ്റെതായ രീതിയിൽ അതെന്താണ്, അസ്ബഹത്ത് ആസിമത്ത് ദൗലത്തിൽ കബീറത്തി, വലിയ ദൗല എന്ന് പറഞ്ഞാൽ ഉസ്മാനിയ ദൗലയുടെ എന്തായി മാറി, തലസ്ഥാനമായി മാറിയിട്ടുണ്ട്. മർക്കസൽ ഹറക്കത്ത് എന്ന് വെച്ചാൽ ചലനം, മർക്കസ് എന്ന് പറഞ്ഞാൽ കേന്ദ്രം. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നത് എവിടെയാണ്, ഇസ്താംബൂളിലാണ് എല്ലാ പ്രധാന കാര്യങ്ങളും. ഹൈസു അഫാദ മിൻ ഫന്നിഹിം, ഈ അവരാരാണ്, അവരുടെ കലയിൽ നിന്നും, ഇൽമിഹിം, അവരുടെ വിജ്ഞാനത്തിൽ നിന്നും, ഖബറത്തിയും, അവരുടെ എക്സ്പീരിയൻസുകളിൽ നിന്നും പ്രയോജനം കൊണ്ട സ്ഥിതിക്ക്, അതായത് അക്കാരണം കൊണ്ട്. അങ്ങനെ ആരെപ്പറ്റിയാണ് പറയുന്നത്, ഇപ്പോൾ മിസ്റിൽ നിന്നും ചില ഫന്നാനുകൾ, അതായത് ആർട്ടിസ്റ്റും ചിന്തകന്മാരും ഉലമാവും
എവിടേക്ക് പോയി? ഇസ്തംബൂലിലേക്ക് പോയി. അപ്പോൾ അങ്ങനെയാണ് ഉസ്മാനികൾ ഈ ഈജിപ്തുകാരുടെ ഇൽമിനെ കൊണ്ടും അവർ പ്രയോജനം കൊണ്ടു എന്ന് പറഞ്ഞല്ലോ. അഫാദൽ ഉസ്മാനിയൂന മിൻ ഇൽമിഹ വഹദാറത്തിഹ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനുള്ള കാരണം വിവരിക്കുകയാണ്. അതെങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റുക? അധികാരം മാറിയപ്പോൾ എന്ത് സംഭവിച്ച്? അവിടെ ഈജിപ്തിലുണ്ടായിരുന്ന ആൾക്കാർ, ആർട്ടിസ്റ്റും ചിന്തകന്മാരും ഉലമാവും എവിടേക്ക് പോയി? ഇസ്തംബൂലിലേക്ക് പോയി. അങ്ങനെ പോയവരുടെ ഇൽമിൽ നിന്നും ഫന്നിൽ നിന്നും ഖബറത്തിൽ നിന്നൊക്കെ പ്രയോജനം കൊണ്ടു ഉസ്മാനികൾ. അങ്ങനെയാണ് ആ അർത്ഥത്തിലാണ് പ്രയോജനം കൊണ്ടു എന്ന് പറയുന്നത്. ഏതുവരെ? ഹത്ത കാനത്തിൽ ഹംലത്തുൽ ഫ്രൻസിയ, ഫ്രഞ്ച് ആക്രമണം വരെ, ഇൻവേഷൻ വരെ. എന്തിൻ്റെ മേലെ? അലാ മിസ്ർ, ഈജിപ്തിൻ്റെ മേൽ. അത് നെപ്പോളിയൻ്റെ ആക്രമണമാണ്. അപ്പോൾ ഇതുവരെയാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് പറയുന്നത്.